ഈ രാത്രിയിൽ വന്നു ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം, നന്ദി. Let us turn our attention to Romans chapter 8 and let us read verses 9 to 13. റോമാലേഖനം 8-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മതിയാവും. പ്രൈസ് ലോർഡ്. ഈ രാത്രി സമയം ഈ വേദഭാഗം നമ്മൾ തുടർന്ന് ധ്യാനിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളുടെ കണ്ടിന്യൂവേഷനായിട്ടാണ് ആ 9-ാം വാക്യം തുടരുന്നത് എന്ന് നമുക്കറിയാം. കാരണം 9-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: നിങ്ങളോ over when you look at this passage, verse 9 begins as a contrast to the previous passage. In the previous passage, namely verses 5 to 8, Paul was telling us, and in fact, even if you go further than that, the previous verses, he said, in order that the righteous requirement of the law might be fulfilled in us who walk not according to the flesh but according to the Spirit. So then in verses 5 to 8, Paul is speaking about two categories of people. And one category is who are still in the flesh. In other words, the unregenerate people. Then he speaks about another category, people who are in the Spirit, meaning who are regenerate, who are born again. So there are only two categories of people: either born again people, about whom Paul says who are in the Spirit. We will explain that further. And there are two mindsets for these two people, or two perspectives: the mind of the flesh and the mind of the Spirit. രണ്ട് കാറ്റഗറിയിലുള്ളവരെ കുറിച്ച് പൗലോസ് പറഞ്ഞു. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ, അതായത് നമ്മിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ള ശിക്ഷാവിധി ഇല്ലാതെ ഇരിക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ when Paul says who we are the people, he includes all the born again people. They are the people who are able to obey the Spirit, who have a mindset of the Spirit, not mindset of the flesh. We have explained it over and over again. I don't have to go over again about flesh and spirit. So the mindset of the Spirit or the flesh will lead to two patterns of conduct.
Either you live according to the flesh. In other words, the main thrust, the main feature of a life of unregenerate, that person will have a mindset of the flesh. And the result of that mindset will be death. That's what Paul says. Whereas the result of the person who has the mindset of the Spirit, Paul says, it is life and peace. Whereas the person who has the mindset of the flesh is in constant enmity with God. And Paul made it so clear that they cannot please God. Verse 7, the mind that is set on the flesh is hostile to God, for it does not submit to God's law. Indeed, it cannot. So, പോള് ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ആത്മാവിനെ അനുസൃതമായിട്ട് ചിന്തിക്കുന്നവർ. അവരുടെ ചിന്ത ആ നിലയിലായിരിക്കും. മറ്റൊരു കൂട്ടർ അവർ ജഡസ്വഭാവമുള്ളവരാണ്. ആ ജഡസ്വഭാവമുള്ളവരെപ്പോഴും അവരുടെ ചിന്ത ജഡത്തിനുള്ളതായിരിക്കും. അപ്പോൾ ആ ഫൈനൽ അനാലിസിസിൽ ബേസിക്കലി ആ ജഡസ്വഭാവം മാറിയിട്ട് ആത്മാവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് വരുന്ന അനുഭവമാണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ അതേസമയം തന്നെ ആ ഒരു അടിസ്ഥാനപരമാകുന്ന വ്യത്യാസത്തിന് ശേഷം ഫർദർ കാര്യങ്ങളെക്കുറിച്ചാണ് പോള് 9-ാമത്തെ വാക്യം മുതൽ പറയുന്നത്. താൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോ. ഓക്കെ, സോ വൺസ് that we know there are two categories of people. One is in the flesh, one is in the spirit. And the person who is in the flesh cannot please God because his mind is always hostile towards God. Whereas the person who is born again, as we saw in chapter 7, although there is a law of sin that I see in the members of my body, but within me I rejoice, I delight in the law of God. That's what Paul says. അതായത് പാപത്തിൻ്റെ ഒരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു എങ്കിലും ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഐ ഡിലൈറ്റ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾ ഹീസ് എ ബോൺ അഗെയിൻ പേഴ്സൺ. ഒരു ദൈവ പൈതലിന് മാത്രമേ ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കാനായിട്ട് കഴിയത്തുള്ളൂ, ഡിലൈറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കാൻ ഒക്കുകയില്ല എന്നതിൻ്റെ വിശദീകരണമാണ് 5 മുതൽ 8 വരെ പൗലോസ് കൊടുത്തത്. കാരണം അവർക്കത് ഇമ്പോസിബിളാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ പേഴ്സൺ ടു ഒബേ ഗോഡ്സ് ഹോളി law deep down from his heart. Okay, now in verse 9, Paul, look at that. In verses 5 to 8, he was speaking in third person, they, okay. Whereas when he comes to verse 9, you however
are not in the flesh, but in the spirit. Look at that. So then he further explains that if in fact the Spirit of God dwells in you. We know in chapter 7, Paul already explained there is the indwelling sin. Sin is still there. Even in a born again child of God. That is why Paul said, I see a law of sin in the members of my body. So there is the indwelling sin. Sin is there. It is not sinlessness that marks a believer, whereas it is by the indwelling Holy Spirit, a believer sin less and less. That's the difference. It is not sinlessness, because we have not rescued from the presence of sin yet. We are still in this world. We are still in this mortal, fallen condition, which is subjected to decay. And we are growing old. We have all the weakness in our flesh. I mean, the physical weakness. But a person who has the Spirit of God indwelling in him, a born again child of God. We will talk about that further. Okay. So, having been writing in the third person, plural, he now shifts to the second person and addresses his readers directly now. You, however, are controlled not by the sinful nature, but by the Spirit. ഇവിടെ അതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളോ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ. സോ ഒന്നാമതായിട്ട് the very hallmark of a born again child of God is the indwelling Spirit. So in verses 9 to 13, Paul is expounding on the indwelling of the Holy Spirit. And as a result of the indwelling of the Holy Spirit, what will happen? Okay. രണ്ട് കാര്യങ്ങളാണ് പൗലോസോട് പറയുന്നത്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ അത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഓക്കെ. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, if a person is truly a born again child of God, as this verse makes it very clear, the hallmark of an authentic believer is the possession or indwelling of the Spirit. Okay, let us see. ഒന്നാമതായിട്ട് ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ പോൾ പറയുന്ന ആ കാര്യം, ദിസ് ഈസ് ദ പ്രിവിലേജ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒരു ദൈവ പൈതലിൻ്റെ പ്രിവിലേജാണ്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. 1-2 വാക്യങ്ങൾ വായിക്കാം. Let us read 2 or 3 verses. John's Gospel, chapter 14 and verse 17. Jesus said, "He lives with you and will be in you." ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നോക്കുക, സോ ഇതാണ്, ഈ ഒരു പ്രോമിസാണ് കർത്താവ് നൽകുന്നത്. ഇഫ് എ പേഴ്സൺ ഈസ് ട്രൂലി ബോൺ അഗെയിൻ, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇൻഡ്വെൽസ് ഇൻ ദാറ്റ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്. ആത്മനിറവ് എന്നുള്ളത് റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇത് രണ്ടും. ഇൻഡ്വെല്ലിങ് എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നു എന്നുള്ളത് ബോൺ അഗെയിൻ എക്സ്പീരിയൻസിൻ്റെ തെളിവാണ്. ആത്മാവ് നമ്മിലേക്ക് വരുന്നത്. എന്നാൽ ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്നുള്ളത് ദൈവവചനത്തിൻ്റെ കൽപ്പനയാണ്. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആദ്യം ശിഷ്യന്മാരുടെ മേൽ, ദൈവമക്കളുടെ മേൽ, ആസ് എ ചർച്ച് ആദ്യം ഇറങ്ങി വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൽ. ഓക്കെ, അത് കർത്താവ് പറഞ്ഞ പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻ്റ് ആയിരുന്നു. സോ ഇൻ Acts chapter 2 we read about, as Jesus promised, He will be in you and He will dwell with you forever. That is the promise given. And as per that promise, the Holy Spirit descends upon the people who were waiting for the promise on that day. Okay, that was the first descending of the Holy Spirit as Jesus promised for the church. But you will notice throughout in the Acts of the Apostles, although these people were initially received the Holy Spirit, so to speak, again it is written in the following chapters, they were filled with the Holy Spirit, which means being filled with the Holy Spirit is a repeated experience. And being filled with the Holy Spirit is not so necessary for a born-again child of God to lead a holy and pleasing life. ഓക്കെ, ഒന്നുകൂടെ ഞാനത് മലയാളത്തിൽ പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കാത്തിരുന്ന ആ ദൈവമക്കളുടെ മേൽ കർത്താവിൻ്റെ പ്രോമിസ് പോലെ പരിശുദ്ധാത്മാവ് ഡിസെൻഡ് ചെയ്യുന്നു. നമുക്കറിയാം, ആ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. അതിൻ്റെ ശേഷം നിങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചാൽ പരിശുദ്ധാത്മാവ് ഒരിക്കൽ അവരുടെ മേൽ വന്നു. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, അവർ ആത്മാവ് നിറഞ്ഞവരായി. ഓക്കെ, ഫോർ എക്സാമ്പിൾ
Acts of the Apostles, chapter 4, verse 31. ഒന്ന് വായിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. Look at that. These were the same people upon whom the Spirit descended on the day of Pentecost. But again, it is written, they were filled with the Spirit. Filled with the Spirit. And when they were filled with the Spirit, they began speaking the word of God with boldness. With boldness. So what do we need? We want to witness, right? We want to witness. We want to share the gospel. What do we need? We need the mighty infilling of the Holy Spirit. Again and again. അല്ലേ? നമുക്ക് അവിടെ വായിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇവർ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ, പരിശുദ്ധാത്മാവിലുണ്ട്. പക്ഷെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ആത്മാവ് നിറഞ്ഞവരായി വചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഇല്ലേ? അപ്പോൾ ആത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ധൈര്യമുണ്ടാകുന്നത്. ആത്മാവ് നിറയുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലമുണ്ടാകുന്നത്. സോ വിശുദ്ധ ജീവിതം ഈസ് സോ കണക്റ്റഡ് വിത്ത് the infilling of the Holy Spirit. So here, I will come back to that. So Jesus promises that, and we read that again and again and again in the Acts of the Apostles. Sometimes in chapter 8, when we come to chapter 13, Paul was filled with the Spirit and he spoke a word, and that was such a powerful word. In chapter 13 and verse 9, 13:9 ഒന്ന് വായിച്ചേ. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു വെച്ച് പൗലോസ് എന്നാ പറഞ്ഞേ? പക്ഷെങ്കിൽ അതിൻ്റെ ഫലം അവിടെ ഉണ്ടായി. ഓക്കെ. എന്നിട്ട് ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. So as a result of that, what will happen? പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്. ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാണ്. ഇറ്റ് ഈസ് ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് മാർക്സ് എ ബിലീവർ. That marks a believer. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്കറിയാം. എന്നിട്ട് പോൾ പറയുക, ആത്മാവ് നമ്മിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആർക്കുള്ളവരാ? കർത്താവിൻ്റെയാ. ആത്മാവ് അധിവസിക്കുന്ന ഒരാൾക്ക് നിശ്ചയമായിട്ടും ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ അവന് കഴിയും. പക്ഷേ അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 8-ാം അധ്യായത്തിൽ ബോൺ അഗെയിൻ ആയിരിക്കും.
ആത്മാവുണ്ടായിരിക്കും. ബോണഗെയിനാണേലുണ്ട്. ഓക്കെ, ഇനിയും അപ്പോൾ ഈ ഒരു നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇഫ് എ പേഴ്സൺ ഈസ് ബോൺ അഗെയിൻ, he has, or in other words, the Holy Spirit has that person. Until and unless Holy Spirit convicts a person, Holy Spirit opens the eyes of a dead person, he cannot come to Christ. Because the Bible says we were dead in our trespasses and sins. And the Bible is so clear, even in this passage, verse 7, a man in the flesh, a person in the flesh, does not submit to God's law. Indeed, it cannot. It cannot, because we are in enmity with God. But once the Holy Spirit quickens us, our eyes are opened, we are led to Christ. So that is the evidence of being born again. Your eyes are opened. അതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം, നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ജഡത്തിലുള്ളവരായിരുന്നതുകൊണ്ട് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാനോ കഴിയുന്നതല്ല. അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമ്മൾ ശത്രുക്കളായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളെ ജീവിപ്പിക്കുകയാണ്, നമ്മുടെ കണ്ണിനെ തുറക്കുകയാണ്. അങ്ങനെ നാം കർത്താവിങ്കിലേക്ക് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ ആ വേദഭാഗം, അതുകൊണ്ടാണ് that is why in 1 Corinthians 6:19 Paul says, you are the temple of the Holy Spirit. You are the temple of the Holy Spirit. Okay, so of course we are, if you are born again, you are the temple of the Holy Spirit, but that does not mean that you should not desire for richer and deeper experience of being filled with the Spirit every day of your life. Okay, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട് വീണ്ടും ജനിച്ചതാണെങ്കിൽ. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണ് തുറന്നു, കർത്താവിലേക്ക് നമ്മൾ വന്നു. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. ആഴമാകുന്ന, റിച്ചറാകുന്ന ആത്മനിറവിൻ്റെ ആ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ എന്ത് ചെയ്യണം? നടത്തണം. അങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയിൽ എന്തോ ഉണ്ടാകാൻ തുടങ്ങുമെന്നറിയാമോ? ആത്മാവിൻ്റെ ഫലം അവൻ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. ആത്മാവിൻ്റെ ഫലം. ഓക്കെ, ഓഫ് കോഴ്സ് ഗിഫ്റ്റ് ഉണ്ട്, ഫ്രൂട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഗിഫ്റ്റ് ആത്മാവ് തനിക്ക് as he wills, ആത്മാവ് ഡിസൈഡ് ചെയ്യുന്നത്. we must covet for the gifts of the Holy Spirit. നമ്മൾ ആത്മവരങ്ങളെ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. അതാ വചനം പറയുന്നത്. എന്നാൽ ആത്മാവ് എന്ത് ചെയ്യും? ഡിസൈഡ് ചെയ്യും ഏതു വരമാണ് ആർക്ക് നൽകേണ്ടത്. അത് ആത്മാവ് ചെയ്തോളും. പക്ഷെങ്കിൽ മറ്റേത് നമുക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ അനുവാദമില്ല. ഏത്? ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ നമുക്കവിടെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യായിട്ട്, when it comes to the gifts of the Holy Spirit, we must covet for the gift of the Holy Spirit. We must ask God. But
It is God the Holy Spirit who decides which gift should be given to which person. That is his prerogative, his authority. Whereas when it comes to the fruit of the Holy Spirit, we all must submit to the Spirit of God so that he may bear fruit in us. അല്ലേ? ആത്മാവ് നമ്മിൽ എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ, അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, എന്നിട്ട് 10ാം വാക്യം പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. So secondly, in that same verse, it says, if in fact the Spirit of God dwells in you, anyone who does not have the Spirit of Christ does not belong to him. Verse 10a, the first part. But if Christ is in you. So in other words, having the Holy Spirit in you and having Christ in you are synonymous expressions. Right? Because in verse 9 it says, if the Spirit is in you. Then verse 10 says, Christ in you. Okay. അപ്പോൾ ഈ 2 എക്സ്പ്രഷൻസ് അവിടെ നമ്മൾ കാണുന്നു. ആദ്യം കാണുന്നു, ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ. ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. അപ്പം ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ട്രയൂൺ ഗോഡ്, സോ വി ഡോണ്ട് ഹാവ് ടു കൺഫ്യൂസ് the persons of the Trinity here. Father is the Son, Son is the Spirit. No, that's not the way it is. It is rather, it is to emphasize that although they are eternally distinct in their personal modes of being, they also share the same divine essence and will. That is the meaning. So, in other words, they are inseparable. The triune God is inseparable. If the Spirit is in you, the Father is in you, Christ is in you. If Christ is in you, the Father is in you, the Spirit is in you. അല്ലേ? അതായത് ത്രിയേക ദൈവം ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്, പിതാവാകുന്ന ദൈവം നിങ്ങളിൽ ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഫോർ എക്സാമ്പിൾ, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 verses 16 to 23. Please read. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവർ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. സോ ആദ്യം കർത്താവ് പറയുക, പിതാവിനോട് ഞാൻ പിതാവ് എന്ത് ചെയ്യും? സത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നിട്ട് കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻസ്, ഐ വിൽ കം ടു യു. നെക്സ്റ്റ് വേഴ്സ്. ഓക്കെ. അല്പനേരം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, yes, നിങ്ങളോ എന്നെ കാണും. But you will see me. How you will see me? Because I will ask the Father and he will send the Holy Spirit to you. Okay, please read. നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇവിടെ നമ്മൾ വായിക്കണം, a triune God, ത്രിയേക ദൈവം, പരിശുദ്ധാത്മാവ്,
കർത്താവ് പറയാ, ഞാൻ നിങ്ങളുടെ അടുക്ക വരും. പിന്നെ പറയുകയാണ്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അടുത്ത വാക്യം, ഇസ്കരിയോത്ത് അല്ലാത്ത യൂദ അവനോട്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അടുത്തത്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് എന്നെ സ്നേഹിക്കും, പിതാവ് അവനെ സ്നേഹിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ലുക്ക് അറ്റ് ദാറ്റ്. അത് തന്നെയല്ലേ പോൾ ഇവിടെ പറയുന്നേ. 9-ാം വാക്യത്തിൽ പറയാ, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. അപ്പം ക്രിസ്തു നിങ്ങളിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ആത്മാവ് നിങ്ങളിലുണ്ട്, പിതാവ് നിങ്ങളിലുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. സോ വെൻ ദ ബൈബിൾ ടെൽ us that if Christ in you, which means the Holy Spirit in you, the Father is in you, and Jesus promises to his disciples, I will come to him and we will make our dwelling with him. We, the triune God, dwells in a believer. That is the hallmark. In other words, if you are a born again child of God, remember, you are, may I say that, may I dare to say that, you are carrying God within you wherever you go. അല്ലേ? നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നാം ദൈവത്തെ ഉള്ളിൽ വഹിക്കുകയാണ്. അതാണ് വ്യത്യാസം. ഓക്കെ, ഇനിയും സോ ആഫ്റ്റർ explaining the distinguishing mark of a true believer, which is the Spirit of God will be in that person, then what are the two major consequences of the indwelling of the Holy Spirit? If you look at verses 10 and 11, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. So the first consequence of the indwelling Holy Spirit Paul describes in terms of life. Okay, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, നമ്മുടെ ഈ ശരീരം പാപം നിമിത്തം എന്താ മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം. ആക്ച്വലി മരിക്കേണ്ടതെങ്കിലും കുറച്ചുകൂടെ കൃത്യം കേട്ടോ, അല്ലേ? മരിക്കേണ്ടതെങ്കിലും. എനിക്ക് തോന്നുന്നു ആ ട്രാൻസ്ലേഷനിൽ അല്പ വ്യത്യാസമുണ്ട്. എനിവേ, ബാക്കി ഭാഗത്തൊക്കെ അത് വളരെ കറക്റ്റാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? മരിക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളെല്ലാം എന്ത് ചെയ്യും? മരിക്കും. നമ്മുടെ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാ. ഈ ഭൂമിയിൽ ഈ ശരീരം കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളെല്ലാം ഇവിടെ അലിഞ്ഞു ചേരും. എന്നാൽ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അതാണ് പോൾ പറയുന്നത്. എന്നിട്ട് 11-ാം വാക്യം, വേഴ്സ് 11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റിൻ്റെ ഒരു കോൺസിക്വൻസ്, നമ്മുടെ ശരീരം മർത്യമാണെങ്കിലും ഒരു ദിവസം നമ്മുടെ ശരീരത്തെ ദൈവം എന്ത് ചെയ്യും? റിസറക്റ്റ് ചെയ്യും. അത് പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച്. സോ ദ ഫസ്റ്റ് കോൺസിക്വൻസ് of the indwelling spirit, Paul says, although our body because of sin will die one day,
But a born again child of God, since the Holy Spirit indwells in that body will be resurrected one day, just as Jesus Christ was resurrected. Okay, എന്നിട്ട് therefore, verse 12. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. So here is the conclusion. ഇത്രയും പറഞ്ഞതിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് പോൾ വരികയാണ്. അതുകൊണ്ട് ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അതൊന്ന് ചിന്തിച്ചേ. ഇത്രയും പറഞ്ഞേച്ചാ പറയുന്നേ, നിങ്ങൾ ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമക്കളാ. നിങ്ങളുടെ മർത്യ ശരീരത്തെ ഒരു ദിവസം ജീവിപ്പിക്കും. എന്നിട്ട് പറയാ, അതുകൊണ്ട് ആകയാൽ സഹോദരന്മാരെ, നമ്മൾ ആരെ അനുസരിച്ച് ജീവിക്കാനാ നമുക്ക് കടപ്പാടുള്ളത്? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാനാ. എന്നിട്ട് അടുത്തൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. നോക്കുക, ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം ഇവിടെ രണ്ട് കാര്യം പോൾ പറയുക. ഒന്ന്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോ സംഭവിക്കും? മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ നമ്മളോട് കമാൻഡ് ചെയ്യുകയാണ്. So Paul is warning us, if you live according to the flesh, you will die. But we are commanded and reminding us of our obligation, not to the flesh, but to the Spirit. The verse, the Holy Spirit of God is commanding us, put to death the deeds of the body. How can I do it? I cannot do it, but I can do it by the Spirit. Okay? എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലിത്. ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ആത്മനിറവ് നമുക്ക് ആവശ്യമാണ്. ആത്മനിറവ് ഇല്ലാത്തവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ആപ്പറ്റൈറ്റ്സിൻ്റെ മേൽ, അല്ലെ ശരീരത്തിൻ്റെ ഇമോഷൻസിൻ്റെ മേൽ ഒരു കൺട്രോളും ഇല്ല. നമ്മൾ പലരും അക്നോളജ് ചെയ്യുന്നൊരു പാപം ഏതാ പറഞ്ഞേ? നമ്മൾ അക്നോളജ് ചെയ്യുന്നൊരു പാപമുണ്ട്. പറഞ്ഞു ദേഷ്യം. കറക്റ്റ്. നമ്മളെല്ലാം അക്നോളജ് ചെയ്യുന്നൊരു പാപം ഏതാ? കോപം. എനിക്കറിയാൻ വയ്യ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അല്ല എല്ലാം അക്നോളജ് ചെയ്തു, പക്ഷേ നമ്മൾ എടുത്തു പറയുന്ന പാപം ഇതേ ഉള്ളൂ. എനിക്ക് കുശുമ്പുണ്ടെന്ന് പറയുന്ന ആരേലും കേട്ടിട്ടുണ്ടോ? അതുണ്ടോ? അതോ നമുക്കില്ലയോ? ഉണ്ട്. സ്വാർത്ഥതനാണ് ഞാനെന്ന് പറയുന്ന ആരെക്കുറിച്ചേലും കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാം സ്വാർത്ഥരാണ്, പക്ഷെ നമ്മൾ അക്നോളജ് ചെയ്യില്ല. എനിക്കറിയാൻ വയ്യ എങ്ങനെയാണ് ഈ കോപത്തിന് ഇത്ര ഒരു ഹയർ സ്റ്റാറ്റസ് കിട്ടിയെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. പക്ഷെങ്കിൽ വചനം വളരെ ക്ലിയറാണ്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുന്നില്ല. കോപം വിട്ടുകളഞ്ഞ്, അതുകൊണ്ട് പുരുഷന്മാരെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? കോപവും വാഗ്വാദവും വിട്ടുകളഞ്ഞ് വിശുദ്ധ കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്തൊരു എക്സ്പ്ലിസിറ്റ് കമാൻഡല്ലേ? എന്തോ ഒരു എക്സ്പ്ലിസിറ്റ് കമാൻഡ്. എന്നിട്ട്
കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നറിയോ? പറയാമോ? അല്ലല്ലേ, ഭാര്യയോട് കയ്പെന്നുള്ളതാ. അതൊക്കെ ഉണ്ട് അതിനകത്ത്. ഭാര്യയോടുള്ള കയ്പിൻ്റെ കാര്യം പറയുന്നതിന് കോപിച്ചാൽ പാപം ചെയ്യരുത്. പിശാച് നമ്മെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ വാതിൽ തുറക്കുന്ന വൃത്തികെട്ട ഒരു പാപമാണ് കോപം. യെസ്, we should take it so seriously. If somebody acknowledges that, that is well and good. പക്ഷെ പ്രശ്നം അവിടെ അല്ല, നമ്മൾ അതേ അക്നോളജ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാ നമ്മുടെ പ്രശ്നം. ആരെങ്കിലും അതേലും പറയുന്നേ പറയട്ടെ, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മൾ അതേ അക്നോളജ് ചെയ്യത്തുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? കോപിച്ചാൽ എന്തോ ചെയ്യുന്നു? പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുക. ഇവിടെ പോൾ പറയുന്നത് എന്നാ? നമ്മൾ അതിനല്ല കടമ്പട്ടേക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ, അപ്പം നമുക്ക് ജീവിക്കാൻ, വി ആർ കേപ്പബിൾ ഓഫ് ലിവിങ് ദാറ്റ് ലൈഫ്. ഓൾദോ വി ആർ നോട്ട് ഇൻ ദ ഫ്ലഷ്, വി ആർ കേപ്പബിൾ ഓഫ് ലിവിങ് ദാറ്റ് ലൈഫ്. ഇൻസ്റ്റെഡ് ഓഫ് ലൈഫ് വി വിൽ ഹാവ് ഡെത്ത്. അല്ലേ? അതുകൊണ്ടല്ലേ ഈ മോർട്ടിഫിക്കേഷൻ ഓഫ് സിൻ എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നൊരു ഉപദേശം. Mortification of flesh or mortification of sin is the teaching of the word of God. It is the doctrine of the word of God. Galatians 5:24. Those who belong to Jesus Christ have crucified their flesh. So who are doing it? We are doing it. We are doing it. For example, I take my phone or computer or whatever. Many things pop ups. But if something unholy pops up, what I have to do? Let me see what it is. No. I have to close. So what do? I purposely take a step. I don't want to see that. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? ആത്മാവിനാൽ ജഡത്തെ എന്ത് ചെയ്യണം? ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ആത്മാവിനാൽ പറ്റും. ഫോർ എക്സാമ്പിൾ, എന്നാൽ നമുക്കതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനതാ പറയാം, അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ കമ്പ്യൂട്ടറെ പോപ്പപ്പ് ചെയ്യുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറെ വരാറില്ല, ഞാൻ പറയും. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ എന്താ ഒരു ഈ ആൽഗരിതം അല്ലേ ടോണി, നമ്മുടെ ചായ്വ് നമ്മുടെ കമ്പ്യൂട്ടറിനും അറിയാം കേട്ടോ. യെസ്, നമ്മുടെ ചായ്വ് എന്താണെന്ന് അതിനറിയാം. ആ ചായ്വ് അനുസരിച്ചുള്ളത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ടേക്ക് എ സ്റ്റെപ്പ് that I don't want that. So what will happen as a result? I put to death by the Spirit. ഞാനിത് പൊതുവായിട്ട് പറയുന്നത് എന്നറിയാമോ? This is such a problem everywhere nowadays. It is something very evil. Not only young people, but older people too. It is such a horrible sin. We need to take steps. ചില വീടുകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ ഇൻ്റർനെറ്റ് വിൽ ഗോ ഓഫ് അറ്റ് 10 o'clock. വെൽ ഡൺ. കാരണം കുഞ്ഞുങ്ങൾ നമ്മൾ ഉറങ്ങിയ ശേഷം
ആവശ്യമില്ലാത്ത സൈറ്റുകളിലൊന്നും വിസിറ്റ് ചെയ്യാനിടയാകരുത്. ഞാൻ പറഞ്ഞത് we can take steps. നമുക്ക് ഒത്തിരി സ്റ്റെപ്സ് എടുക്കാനായിട്ട് പറ്റും. ആ കാര്യമാണ് അപ്പോൾ ഇവിടെ പറയുന്നത്. ആത്മാവിനാൽ നിങ്ങൾ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ എന്തുണ്ടാകും? ജീവിക്കും. യേശു പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രയേ ഞാൻ വന്നിരിക്കുന്നത്. നോട്ട് ജസ്റ്റ് ICU കിടക്കുന്ന, സപ്പോർട്ടിൽ കിടക്കുന്ന ഒരാൾക്കും എന്തോ ഉണ്ട്? ജീവനുണ്ട്. എന്നാൽ വളരെ അത്ലറ്റിക് ആയിട്ടുള്ള ഒരാൾക്കും എന്തോ ഉണ്ട്? രണ്ടും ഒരു ജീവനാ, പക്ഷേ വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഓക്കെ, ലെറ്റ് മീ ഗിവ് യു ആൻ ഇലിസ്ട്രേഷൻ. ജീസസ് said, I have come that they may have life, not just life, but abundant life. Abundant life. And let me illustrate. If a person, he is in a vegetative state in ICU, he has life. At the same time, a well athletic person, he too has the same life, but it is on a different level. It is on a different level. So Jesus promises us, I have come not to have just life, but abundant life. Abundant life. കേവലം നമ്മൾ അത്യാവശ്യം പരിപാടി ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ഇരിക്കുന്നവരാകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആത്മാവിനാൽ നാം ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ജീവിക്കും. ലൈഫ്. ആ ലൈഫ് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാകും? ഇതിന്മേലെല്ലാം നമുക്ക് കൺട്രോൾ വരിക. അതിൻ്റെ കാരണം എന്താ? ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യുക? ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുകയാണ്. ദിസ് ഈസ് ദ വിക്ടോറിയസ് ലൈഫ്. ദിസ് ഈസ് ദ ഹോളി ലൈഫ്. ദിസ് ഈസ് ദ ലൈഫ് ഓഫ് the righteous requirement of the law being fulfilled in a person. Should we not bow down our heads and pray that the Lord shall fill all of us with His wonderful, wonderful Holy Spirit, the third person of the Trinity. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന, നമ്മെ നിറയ്ക്കുന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. നമ്മൾ കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവിനോട് പറയണം, അങ്ങയെ ദുഃഖിപ്പിച്ചത് എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണമേ. ഡോൺ വറി. നമ്മൾ അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. പരിശുദ്ധാത്മാവിനോട് അത് പറയുന്നത് പിതാവിനോട് പറയുന്ന പോലെ തന്നെയാണ്, അല്ലെ പുത്രനോട് പറയുന്ന പോലെ തന്നെയാണ്. കാരണം they are one being. 3 persons are but one being. അതുകൊണ്ട് അതൊന്നും തെറ്റല്ല. We can tell, Lord, forgive. Lord, cleanse. Lord, fill me. Lord, lead me. Lord, give me the abundant life. ആ സമർത്ഥമാകുന്ന ആ ജീവൻ നമ്മൾ ഉണ്ടാകാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.